നല്ല രുചിയൂറും നാരങ്ങ അച്ചാർ വീട്ടിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നാരങ്ങ വെള്ളത്തിൽ വേവിച്ച് വാട്ടിയെടുക്കണം. ആദ്യം ചട്ടിയിൽ ഉപ്പുവെള്ളം ഒഴിച്ച് നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കുക. ആ ഉപ്പുവെള്ളത്തിൽ തന്നെ നാരങ്ങ ഒരു 24 മണിക്കൂർ സോക്ക് ചെയ്ത് കിടക്കണം. സോക്ക് ചെയ്ത നാരങ്ങ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വെള്ളമയം കാണരുത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നാരങ്ങയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ വരുന്നത് 1/2 ടീസ്പൂൺ കടുക്, 3-4 പച്ചമുളക്, കരിവേപ്പില ആവശ്യത്തിന് എടുക്കാവുന്നതാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായം, അതുപോലെ ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളിവിടെ എടുക്കുന്നുണ്ട്, 1 കപ്പ് വിനാഗിരിയും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നാരങ്ങ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ, നമ്മളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 20-25 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് മുളക് പൊടിയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 30-40 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മുളക് പൊടി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായം ആഡ് ചെയ്യാം. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇവിടെ ഏകദേശം ഇവിടെ നാരങ്ങ അച്ചാർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇത് ആവശ്യത്തിന് ആഡ് ചെയ്യുക ഉപ്പ്. ഇപ്പം നമ്മുടെ രുചിയൂറും നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു.